ഹലോ ഗൈസ്, വി ആർ ബാക്ക് വിത്ത് സ്റ്റഡി വേലി. അങ്ങനെ നമ്മുടെ മൂന്നാം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഇവിടെ മഞ്ഞൊക്കെ വീണു, നല്ല മൊത്തം മഞ്ഞായി. ഇനി ഫാർമിംഗ് ഒന്നും നടക്കത്തില്ലെന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈനിലേക്ക് പോയി കുറച്ച് പ്രോഗ്രസ് ചെയ്യാമെന്ന്. അതാണ് ലക്ഷ്യം. അപ്പോഴത്തേക്കും എന്തോ ഒരു 40 ലെവൽ എത്തണമെന്നെങ്ങാണ്ട് ഒരു മിഷനുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എന്തോ 13 ലെവലിലെങ്ങാണ്ടേ ആയുള്ളൂ. നമുക്കിനി കാണാം എന്തൊക്കെ മോൺസ്റ്റേഴ്സൊക്കെ വരും, അറിയാൻ വയ്യ. ഇപ്പം തന്നെ ഭയങ്കര മെനക്കേടാ. എങ്ങനെയെങ്കിലും ജീവനോടെ മനുഷ്യൻ ഇറങ്ങുന്നത് തന്നെ വലിയ കാര്യം. എന്തായാലും നമുക്കൊന്ന് ശ്രമിക്കാം. ഇതുവരെ മൈനിങ് ചെയ്ത് എനിക്ക് കോപ്പർ ഓർ അല്ലാതെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വേറെ വല്ല നല്ലത് കിട്ടിയാൽ കൊള്ളാം. അറിയത്തില്ല വേറെ എന്തൊക്കെ ഡയമണ്ടും ഒക്കെ കാണുമായിരിക്കും. മൈൻക്രാഫ്റ്റിലൊക്കെ ആണെങ്കിൽ ഡയമണ്ട്, റെഡ് സ്റ്റോൺ, എന്തൊക്കെ സാധനങ്ങളാണ്, അയൺ, ഗോൾഡ്. ഇതിൽ ഞാൻ ഇതുവരെ കോപ്പർ എന്ന് പറഞ്ഞല്ലാതെ ഒന്നിൻ്റെയും മണം പോലും എനിക്ക് കിട്ടിയില്ല. ഞാനൊന്നും കണ്ട പോലും ഇല്ല കേട്ടോ. എന്താണ്ടൊക്കെയോ സാധനങ്ങൾ കിട്ടിയായിരുന്നു, പക്ഷേ എനിക്കതുകൊണ്ടൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ മനസ്സിലായില്ല. ഗോൾഡും അങ്ങനൊന്നും കിട്ടിയില്ല, ഡയമണ്ടും ഗോൾഡും ഒന്നും. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ പൊക്കോണ്ടിരിക്കുമ്പോഴേ അതുകൊണ്ട് ഇതെല്ലാം കോപ്പറാണ്. അത് ഇവനെ ഒന്ന് തീർക്കട്ടെ. ചില പറയാനും സമ്മതിക്കാതെ ചാവട പന്നി. ഇതെന്തോടെ ഇവനെന്തോ എഫക്റ്റ് തരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. എഫക്റ്റ് അടിക്കും. അവൻ അടിച്ചു കഴിഞ്ഞാൽ അവനെ ഇപ്പം തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് പണി നോക്കി കുറച്ച് കല്ല് കുഴിക്കാം. ചാവടാ ഈ പറക്കുന്ന മന്നി വന്ന്. എന്താ പക്കി, എന്തുവാടാ ഇത് രണ്ടും കൂടെ എന്നെ ചുറ്റിനും ഇട്ട് വലഞ്ഞിട്ട് ആക്രമിക്കുന്നു. ബഗ് മീറ്റ്, ഈ ബഗ് മീറ്റ് സാധനം നല്ല ഗുണമാണ്. ഇതുകൊണ്ട് മീനെ പിടിക്കുന്ന മീനെ ഇട്ടാൽ ഇര കിട്ടും കേട്ടാ. ഇത് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒന്നും ഇല്ല. പച്ച ഇതെന്താ അവൻ്റെ പോയിസണാണ്. അതാണൊക്കെ ഇരിക്കുന്നത്. ഹെൽത്തും എനർജിയും ഒന്നും കുറയുന്നില്ല കേട്ടാ. പക്കി ഓടറ പക്കി, ചാവട പക്കി. 2 പക്കികൾ, രണ്ടിനെയും കൊല്ലും. ആദ്യത്തവൻ തീർന്നു, രണ്ടാമത്തവനും നമ്മൾ തീർത്ത്. ഇനിയാണ് വേറെ എന്തെങ്കിലും. ഇത്രയൊക്കെ വന്നിട്ടും കോപ്പർ മാത്രം കിട്ടുന്നെന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാ. കോപ്പർ കിട്ടും, പിന്നെ കല്ല് നമുക്ക് ഉണ്ടല്ലേ, കല്ല് തന്നെ കിട്ടുന്നത് മൊത്തം അവരെല്ലാം അടിച്ച് നമ്മൾ പരത്തും. അത്രയേ ഉള്ളൂ. ഇവിടെ നിൻ്റെ ഫ്രണ്ടിൽ വെച്ചല്ലടാ അവന്മാരെ കൊന്ന്. കോപ്പർ ഓർ തന്നെ കിട്ടി കണ്ട് മടുത്തടാ. ഇപ്പം ആദ്യം എനിക്ക് കോപ്പർ ഓർ കിട്ടുമ്പോഴും വലിയ ഇതായിരുന്നു. ഇപ്പം വേറൊന്നും കിട്ടത്തില്ല. കല്ലും കോപ്പർ ഓർ. വേറെ എന്തെങ്കിലും ഗെയിമിലുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഡയമണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആൾക്കാരെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതെപ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവനെ ഞാൻ കൊല്ലാം കേട്ടാ. മറ്റേ മീറ്റ് കിട്ടി. കല്ല് 2 ഏണിയെ. മിക്സ്ഡ് സീഡ്സ്. ഇവനെ കൊല്ല്. ഇവന്മാരെ എല്ലാം കൊന്നുകളാം. മനുഷ്യനെ കിട്ടേണ്ട സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ. മീനെ പെട്ടെന്ന് കിട്ടാൻ എന്തൊരു നല്ല കാര്യമാണ്. പക്കിപ്പന്നി. പക്കി ഒരടി ചാവത്തില്ല. ആ നീലക്കാരന്മാരാണ് ഏറ്റവും നല്ലത്. അവന്മാരൊക്കെയാണെങ്കിൽ ഒരടി കൊടുത്താൽ മതി, അവന്മാർ ചാവും. ഈ പക്കിയുടെ കാര്യം വലിയ ഇതാണ്.
പക്കി ഒരു സ്ലൈമിൻ്റെ പറക്കുന്ന വെർഷൻ, കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവൻ. വൈറ്റ് ആൽഗെ പായൽ പിടിച്ചിരിക്കുന്ന കല്ലുകളാ. ഇവനെ കൂടെ ഒന്ന് കൊന്നോട്ടെ. ഉമ്മാര് ഒരു രക്ഷയില്ലല്ലേ മനുഷ്യനെ ആക്രമിക്കുക. അടി 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 അടി. അത് കൊള്ളായിരുന്നു. പെട്ടെന്ന് ചത്ത്. ഇതെനിക്ക് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വീശു വന്നു. ഞാൻ ഞെക്കിയിട്ടൊന്നും ഞെക്കുന്നില്ല. കണ്ടോ, തനിയെ ഞെങ്ങുക. ഉണ്ട് കുറേ വട്ടം അടുപ്പിച്ച് തനിയെ. ഞാൻ ഒരു വട്ടമേ ഞെക്കുന്നുള്ളൂ. ഉണ്ടോ, തനിയെ ഞെങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടാ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട്. എനിക്കൊന്നും ചെയ്യണ്ട. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഞാനാ ചെയ്യുന്നതെന്ന്. ചത്ത ഇവിടെ. ഞാൻ ഹെൽത്ത് കണ്ടില്ലേ, ഞാൻ ഓട്ടോമാറ്റിക്കായി ആവുന്ന നോക്കിക്കൊണ്ടിരുന്നേ. നിരഞ്ജൻ വേക്കപ്പ്. ഈ പന്നി ഈ പന്നിയുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം എല്ലാം എടുത്തുകൊണ്ടു. കച്ചിര ഇന്നുന്ന പന്നി കിളവൻ. 300 ഗോൾഡും പോയി. ഈ സാധനം കോപ്പർ പറയാണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ കച്ചിര ഇന്നുന്ന കിളവ ഇവ രക്ഷിച്ചെന്നും പറഞ്ഞു. ഇപ്പം നമ്മുടെ കാശില്ലാഞ്ഞുണ്ടോ, അല്ലെങ്കിൽ 100 രൂപ വലിയ എടുക്കാനും കാശൊന്നുമില്ല. ഇനി നമ്മൾ ഉറക്കം തൂങ്ങി വീരാതെ ഇനി അതിൻ്റെയും കൂടെ കുറവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി കിടന്ന് ഉറങ്ങാം. എന്നാലത് ചുമ്മാ ചത്തേ. ഞാൻ വിചാരിച്ചേ ഞാൻ ഹെൽത്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ അവന്മാരെ കൊല്ലുന്നേ നോക്കി ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സൂട് വീശി നോക്കി. ഇപ്പോഴത്തേക്ക് നമുക്ക് കിടന്ന് ഉറങ്ങാം. അല്ലെങ്കിൽ ഇനി ഉറക്കം തൂങ്ങിയും കൂടെ വരിക. എനർജിയും ഇല്ല. യുവർ പ്രോഗ്രസ് ഹാസ് ബീൻ സേവ്ഡ്. അപ്പം അടുത്ത ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി എന്തോ ക്വസ്റ്റ് വന്നിട്ടുണ്ടല്ലേ. കോട്ടെ ക്യാച്ച് മീ എ സ്ക്വിഡ് യു ക്യാൻ ഫിഷ് ദം ഫ്രം. അവനൊരു സ്ക്വിഡ് വേണം. സ്ക്വിഡ് എന്താ, നമ്മുടെ കണവയെ ആ സാധനമൊന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻ അന്നും വന്നായിരുന്നല്ലേ. ഓടിക്കോ നീ. നമുക്കിനി മറ്റേ സ്റ്റോറിൽ ചെന്നൊക്കെ ഒന്ന് നോക്കാം. വിൻ്ററൊന്നും നടാൻ പറ്റണ്ട ആയിരിക്കത്തില്ല. എന്നാലും ഒന്ന് നോക്കാം. ചിലപ്പോൾ വിൻ്ററിൽ നടാൻ പറ്റിയ എന്തെങ്കിലും കാണും. എന്താ ഉണ്ടെന്ന് എന്തായാലും ഒന്നും കാണാതിരിക്കത്തില്ല മിക്കവാറും. അപ്പോൾ നമ്മൾ സീഡ് മേടിക്കുന്ന കടയുണ്ട് ഇവിടെ. അവിടെ നമ്മൾ പോകുന്നത്. നമുക്ക് സീഡൊക്കെ കിട്ടും. കണ്ടോ, ഇവൻ 9 മണിയാ. എനിക്ക് രാവിലെ എഴുന്നേച്ചൂടാ. പിയറി മോനൊന്നും രാവിലെ എഴുന്നേക്കത്തില്ല കേട്ടാ. നല്ല ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേച്ച് കഷ്ടപ്പെട്ട് രാവിലെ തന്നെ തുറക്കണം. അല്ലാതെ അവൻ 9 മണിയായിട്ട് ഉറക്കമുള്ള എന്ത് പരിപാടിയേ. നമ്മളൊക്കെ നമ്മൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളപ്പം അവന് നേരത്തെ തുറക്കണ്ടല്ലേ. ആ സമയത്തേക്ക് കുറച്ച് ഫിഷിങ് ചെയ്യാം. കിട്ടിയടാ. ബെയ്റ്റിൻ്റെ ഗുണം കണ്ട പെട്ടെന്ന് കിട്ടും. ഇതെന്തുവാ, സാധാരണ ഇത്ര പാടില്ലല്ലേ മീനെ പിടിക്കാൻ. ഇട്ടോടനെ കിട്ടും. എന്താ ഇവനും അങ്ങനെ തന്നെ. ഇവനൊക്കെ എന്തുവാടാ തണുപ്പായിട്ട് ഇളക്കം കയറിയ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സുഖമായിട്ട് പിടിക്കുന്നേ. എന്താ അടുത്ത ഇളക്കമുള്ള മാറി. ഇവനൊക്കെ
മനുഷ്യന് ഫാർമും ചെയ്യാൻ പറ്റത്തില്ല, ഇതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഇനി മഞ്ഞുകാലത്ത്? ഇവനെ പിടിച്ചട്ടേ ഉള്ളൂ മോനെ, നമ്മളെടുത്താ കളി. ഇടാ ഇവനും എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവനെ പൊരിച്ച് കറി വെച്ച് തിന്നും കേട്ടോ. അവനെ വിൽക്കത്തില്ല, ഞാൻ ഇവനെ സ്വയം തിന്നും, പൊരിച്ച് കറി വെച്ച് തിന്നും. കിട്ടടാ ഡാ. ആ ആ ആ ആ ആ ആ അത്രേ ഉള്ളു ചേച്ചേ. ആ ആ ആ ആ ആ ഡാ. ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ഇവനങ്ങ് പോവുക കയ്യിൽ. ഭയങ്കര, എനിക്കത് തന്നെയാന്ന് തോന്നുന്നത്, അവന്മാർ തണുപ്പ് പിടിച്ചപ്പോൾ ഇളക്കം തുടങ്ങി. അല്ലെങ്കിൽ ഇതൊക്കെ സുഖമായിട്ട് കിട്ടിയളിയ നമ്മളെടുത്ത കളി അവൻ്റെയൊക്കെ. നമ്മളൊക്കെ ആരാന്ന അവൻ്റെ വിചാരം? നമ്മളൊക്കെ എത്ര മീനെ പിടിച്ചിട്ടുള്ളതാടാ. നീയൊക്കെയാണ് നമ്മളടുത്ത് കളിക്കുന്നത്. നീ അല്ല അവൻ്റെ കടയൊന്ന് നോക്കാം, ഇതുവരെ തുറക്കാൻ സമയമായില്ല. അപ്പം തുറക്കും, കുറച്ച് നേരം ഇവിടെ നിൽക്കാം. 9 മണിയായിട്ട് കയറാം നമുക്ക് അവൻ്റെ കടയിലോട്ട്. 9 മണിയായി. ഹലോ ബ്രോ, രാവിലെ കട തുറന്നൂടെ? ഒന്നുമില്ലടാ, കൃഷി ചെയ്യാൻ ഒന്നുമില്ല കേട്ടാ, ഇതൊക്കെ അല്ലാത്ത സാധനങ്ങളാ. ഇപ്പം ഈ സീസണിൽ കൃഷിയൊന്നുമില്ല. നമുക്ക് മീൻ പിടിച്ച് ജീവിക്കാം. മീൻ പിടിക്കാനും ഇത്രയും പാട്, ഇങ്ങനെ ജീവിക്കുമോ എന്തോ. ഈ ബസ് ഇവിടെ മനുഷ്യൻ വന്നപ്പം വന്നേട്ടാ, അവിടെ നനങ്ങത്തില്ല. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു പണിയും നടന്നില്ല. പക്ഷെ മൈനിങ് ചെയ്യാൻ പോയപ്പോൾ ഉള്ള അവസ്ഥവോ, അവരൊക്കെ തല്ലി കൊന്നില്ലേ മനുഷ്യനെ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ അവസാനിപ്പിച്ചേക്കാം. ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.